കോഴിക്കോട് DCCയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ലീഡർ കെ കരുണാകരൻ മന്ദിരം എന്ന പേരിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് മുരളീധരന്റെ അസാന്നിധ്യം. ഗൂഗിൾ ചേരുകയാണ് വിവരങ്ങളുമായി. ഗൂഗിൾ, എന്തുകൊണ്ടാണ് മുരളീധരൻ പരിപാടിക്ക് എത്താത്തത് എന്നതിൽ വിശദീകരണം വല്ലതും ഉണ്ടായോ? ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്നൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മുഴുവൻ നേതാക്കളും കോഴിക്കോട് DCC ഓഫീസിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. KC വേണുഗോപാലാണ് ഉദ്ഘാടനം. K സുധാകരൻ പങ്കെടുക്കുന്നു, VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, VM സുധീറുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്. ഈ ഭാഗത്തേക്കുള്ള കോൺഗ്രസിന്റെ മിക്ക MP മാരുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് പങ്കെടുക്കുന്നു, MK രാഘവൻ പങ്കെടുക്കുന്നു, ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്നു, രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ ആളുകൾ മുഴുവനുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളുമുണ്ട്. ഈ പരിപാടിയിലാണ് കെ മുരളീധരൻ പങ്കെടുക്കാത്തത്. അങ്ങനെ ഈ പരിപാടി ശ്രദ്ധേയമാകുന്നു എന്ന് വേണം പറയാൻ. നേരത്തെ കഴിഞ്ഞ മാസം ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിലും കെ മുരളീധരൻ പങ്കെടുത്തിരുന്നില്ല. അന്ന് മുരളീധരൻ പറഞ്ഞ മറുപടി അതൃപ്തി ഉണ്ടായിട്ടല്ല പങ്കെടുക്കാത്തത്, എന്നാൽ കുറെ കാലമായി തൃപ്തിയുമില്ല എന്നൊരു മറുപടിയായിരുന്നു മുരളീധരൻ പറഞ്ഞത്. എന്തായാലും ഈ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇവിടെ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടകനായിട്ട് കെ മുരളീധരനെ ആയിരുന്നു നിശ്ചയിച്ചത്. അതിനും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കോഴിക്കോട് നിന്നുള്ള വടകരയിലെ ലോക്സഭാ അംഗമായി 1.5 പതിറ്റാണ്ടോളം കെ മുരളീധരൻ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഈ നിലയിലൊക്കെ കെ മുരളീധരൻ എന്തായാലും ഇവിടെ ഉണ്ടാവേണ്ടതാണ്. മാത്രമല്ല, കെ കരുണാകരന്റെ പേരിലാണ് ഈ ഓഫീസ് ഉദ്ഘാടനം അല്ലെങ്കിൽ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ പരിപാടിയിലാണ് മുരളീധരൻ പങ്കെടുക്കാത്തത്. അങ്ങനെ മുതിർന്ന സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കുന്ന പരിപാടിയിൽ മുരളീധരന്റെ അസാന്നിധ്യം കൊണ്ടുകൂടി ഈ പരിപാടി ശ്രദ്ധേയമാവുകയാണ്.